എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്താൽ ഒരുക്കപ്പെട്ട നന്മകളാണ് ഓരോ ദിവസവും ഓരോ മിനിറ്റുകളും നമ്മൾ അനുഭവിക്കുന്നത്. ഒരു പക്ഷേ പിശാചും മനുഷ്യനുമൊക്കെ ചേർന്ന് നമുക്ക് തിന്മയ്ക്കായി ചെയ്തതുപോലും ദൈവം തമ്പുരാൻ നമുക്ക് നന്മയ്ക്കാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ വരികയുള്ളൂ, ദൈവം നന്മയെ ചെയ്യുകയുള്ളൂ. എന്നാൽ ആരെയാണ് ദൈവം തൻ്റെ നന്മകളാൽ നിറയ്ക്കുന്നത്? 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ല, ദൈവത്തെ നിങ്ങൾക്ക് ഇതുവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങളുടെ കുടുംബക്കാരുടെയോ ബന്ധുമിത്രാദികളുടെയോ സഹോദരങ്ങളുടെയോ ചാർച്ചക്കാരുടെയോ ഒന്നും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, അവർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത നന്മകളാൽ നിങ്ങളെ നിറയ്ക്കുവാൻ കഴിയുന്നവനാണ് സർവശക്തനാകുന്ന ദൈവം. അത് ഓൾറെഡി പ്രിപ്പയർഡാണ്. അതിനി പ്രിപ്പയർ ചെയ്യാൻ പോകുകയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്, നിങ്ങൾക്കായി, നിങ്ങളുടെ കുടുംബത്തിനായി ദൈവം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിരാശപ്പെടരുത്. വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, ഇപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് കർത്താവിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകളാണെങ്കിൽ, മകനാണെങ്കിൽ, ഈ ഒരു ഡിപ്പോസിറ്റ്, നിങ്ങൾ ഇന്ന് ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഫെയ്ത്ത്, ഈ പ്രാർത്ഥന, ഈ വിശ്വാസം, ഈ ദൈവത്തോടുള്ള സ്നേഹം, ഇത് 1000 ജനറേഷനിലേക്ക്, 1000 തലമുറയിലേക്ക് പകരപ്പെടുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന ദൈവാനുഗ്രഹങ്ങളുടെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഈ വാഗ്ദത്തം ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സംശയിക്കാതെ, സാഹചര്യങ്ങൾ നിമിത്തമോ, വെല്ലുവിളികൾ നിമിത്തമോ, മാനസിക സമ്മർദ്ദങ്ങൾ നിമിത്തമോ, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങൾ നിമിത്തമോ ഒന്നും ദൈവത്തെ സംശയിക്കാതെ, തൻ്റെ വചനത്തെ സംശയിക്കാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, നിശ്ചയമായിട്ടും കർത്താവേ, ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു അവസ്ഥയിലും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ അങ്ങെനിക്ക് നൽകിയതിനെയൊക്കെയും ഞാൻ അങ്ങയ്ക്കായി നൽകുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണ് താങ്കളെങ്കിൽ 1000 ജനറേഷനിലേക്ക്, 1000 തലമുറയിലേക്ക് കർത്താവിൻ്റെ ദയ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. വിശുദ്ധ ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ്, അവൻ്റെ ഫ്യൂച്ചർ ഒരു അസ്തമിച്ച അവസ്ഥയിലായിരിക്കത്തില്ല, ഡൗൺ ആയ അവസ്ഥയിലായിരിക്കത്തില്ല, ഇരുട്ടായ അവസ്ഥയിലായിരിക്കത്തില്ല. സൂര്യൻ പ്രതാപത്തോടെ ഉദിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ രാജ്യത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയിൽ നിങ്ങളിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, നിങ്ങൾ എവിടെയാണോ കരഞ്ഞത്, നിങ്ങൾ എവിടെയാണോ ഒറ്റപ്പെട്ടത്, നിങ്ങൾ എവിടെയാണോ നിലവിളിച്ചത്, അവിടെ ഒരു സൂര്യൻ പ്രതാപത്തോടെ ഉദിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങൾ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനായി, ഒരു വെളിച്ചമായി മാറുമെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ആര്? ദൈവത്തെ, അവനെ സ്നേഹിക്കുന്നവരോ, ദൈവത്തെ സ്നേഹിക്കുന്നവരോ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 122-ാം അധ്യായം 6-7 വാക്യത്തിൽ പറയുന്നു, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത, സമാധാനം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേളിൽ ഓൾറെഡി ആ വേർഡ്, ആ പ്രോമിസ് ആക്ടിവേറ്റഡ് ആണ്. അത് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി സ്വൈര്യമായിരിക്കട്ടെ.
നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരന്മാരുടെ മേളിൽ, സഹോദരിമാരുടെ മേളിൽ, പ്രിയപ്പെട്ടവരുടെ മേളിൽ ദൈവികമായ സമാധാനവും ദൈവികമായ സ്വസ്ഥതയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും വാക്കുകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ പാട്ടുകൾ കൊണ്ടോ പ്രവചനങ്ങൾ കൊണ്ടോ പറഞ്ഞു തീർക്കുവാൻ കഴിയുകയില്ല. ദർ ഈസ് നോ ലിമിറ്റ്. അതിന് പരിധികളില്ല, അതിന് പരിമിതികളില്ല. അതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല.